എൻ്റെ പേര് ഡോക്ടർ അനീറ്റ സൈമൺ. ഞാൻ മാർസ്ലിവ മെഡിസിറ്റി പാലയിൽ പീഡിയാട്രീഷ്യനും ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ കോർഡിനേറ്ററുമാണ്. പഠന വൈകല്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു കുട്ടി പഠനത്തിൽ പുറകോട്ട് പോകാൻ പല കാരണങ്ങളുണ്ട്. പഠന വൈകല്യമാവാം, ഐക്യുവിലുള്ള കുറവാവാം, കാഴ്ചയിലോ കേൾവിയിലുള്ള തകരാറ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി തുടങ്ങിയ അസുഖങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലെയോ സ്കൂളിലെയോ ഒക്കെ സാഹചര്യങ്ങളാവാം. ഇതിൽ അധ്യാപകർ എന്ന നിലയിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പഠന വൈകല്യം എന്നത്. നോർമൽ ഐക്യു അല്ലെങ്കിൽ ബുദ്ധിയുള്ളൊരു കുട്ടിക്ക് പഠനത്തിൽ മുന്നേറാൻ പറ്റാത്തത് ഇതുകൊണ്ടാവാം. പഠന വൈകല്യത്തിൽ വായിക്കാനുള്ള പ്രശ്നമാണെങ്കിൽ അതിന് നമ്മൾ ഡിസ്ലെക്സി എന്ന് പറയുന്നു. എഴുതുന്നതിനുള്ള പ്രശ്നമാണെങ്കിൽ നമ്മൾ അതിന് ഡിസ്ഗ്രാഫി എന്ന് പറയുന്നു. കണക്ക് ചെയ്യുന്നതിനുള്ള പ്രശ്നമാണെങ്കിൽ ഡിസ്കാൽക്കുലി എന്ന് പറയുന്നു. പഠനത്തിൽ പുറകോട്ടാണെങ്കിൽ ഇങ്ങനെ പഠന വൈകല്യം ഉണ്ടോ എന്ന് നാം മനസ്സിലാക്കുകയും അങ്ങനെയുള്ള കുട്ടികളെ നാം ഇൻഡിവിജ്വലായി അസസ് ചെയ്ത് അവർക്കൊരു ഇൻഡിവിജ്വലൈസ്ഡ് ഒരു എഡ്യൂക്കേഷൻ പ്ലാൻ ഉണ്ടാക്കി ഒരു പ്രോപ്പർ റെമഡിയൽ എഡ്യൂക്കേഷൻ ആ കുഞ്ഞിന് കൊടുക്കുമ്പോൾ ആ കുഞ്ഞിനെ വളരെയധികം ബെറ്ററായി ഇംപ്രൂവ് ചെയ്ത് വരാൻ സാധിക്കുന്നു.